പ്രിയ വിദ്യാർത്ഥികളെ, ഏവർക്കും ട്യൂട്ട് ബോക്സിലേക്ക് സ്വാഗതം. ഈ ഒരു ലെക്ചറിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത് എങ്ങനെയാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ക്യൂ എന്ന ഡേറ്റാ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചാണ്. പ്രിയ വിദ്യാർത്ഥികളെ, നമ്മൾ പോയ സെറ്റ് ഓഫ് ലെക്ചേഴ്സിൽ എന്താണ് ക്യൂ, എന്താണ് ലിങ്ക് ലിസ്റ്റ് എന്നതിനെക്കുറിച്ചൊക്കെ ചർച്ച ചെയ്തിരുന്നു. ക്യൂ എന്ന ഡേറ്റാ സ്ട്രക്ചറിൻ്റെ പ്രത്യേകത ഇത് ഫോളോ ചെയ്യുന്നത് ഫിഫോ മെത്തഡോളജിയാണ്, അതായത് ഫസ്റ്റ് ഇൻ ഫസ്റ്റ് ഔട്ട് എന്ന് പറയുന്ന മെത്തഡോളജിയാണ്. ഈ ക്യൂ ഡേറ്റാ സ്ട്രക്ചറിനകത്തേക്ക് ഒരു ഡേറ്റയെ ഇൻസേർട്ട് ചെയ്യുന്ന ഓപ്പറേഷനെ എൻ ക്യൂ ഓപ്പറേഷൻ എന്നും ഡിലീറ്റ് ചെയ്യുന്ന ഓപ്പറേഷനെ അല്ലെങ്കിൽ റിമൂവൽ എന്ന് പറയുന്ന ഓപ്പറേഷനെ ഡി ക്യൂ എന്നുമാണ് അറിയപ്പെടുന്നത്. സോ ക്യൂ നമ്മുടെ ഡെയിലി ലൈഫിൽ നമ്മൾ പലപ്പോഴും കാണാറുള്ള ഒരു ക്യൂവിനകത്തേക്ക് നമ്മൾ എൻ്റർ ചെയ്യണമെങ്കിൽ പലപ്പോഴും ക്യൂവിൻ്റെ ഏറ്റവും പിറകിലായിട്ടാണ് നമ്മൾ എൻ്റർ ചെയ്യേണ്ടത്. ക്യൂവിൽ ഒരു സർവീസ് കിട്ടണമെങ്കിൽ അല്ലെങ്കിൽ റിമൂവൽ എന്ന് പറയുന്ന ഓപ്പറേഷൻ എപ്പോഴും നടക്കുന്നത് ക്യൂവിൻ്റെ ഏറ്റവും ഫ്രണ്ട് പോർഷനിൽ നിന്നാണ്. സോ ഡെയിലി ലൈഫിൽ നമ്മൾ കാണുന്ന ഈ ക്യൂ എന്ന് പറയുന്ന മെത്തഡോളജിയെ കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ എൻവയോൺമെൻറ്റിൽ നമ്മൾ കൊണ്ടുവരുന്ന ഡേറ്റാ സ്ട്രക്ചറിൻ്റെ പേരാണ് ക്യൂ ഡേറ്റാ സ്ട്രക്ചർ. ഈ ഒരു ഡേറ്റാ സ്ട്രക്ചറിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ ഞാൻ സജഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും ക്യൂ ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ആ ഒരു വീഡിയോ കാണാനായിട്ട് നിങ്ങൾ എല്ലാവരും ശ്രമിക്കുക. സോ എന്താണ് ഒരു ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിൻ്റെ ഒരു ബേസിക് പ്രിൻസിപ്പിൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ലിങ്ക് ലിസ്റ്റ് വെച്ച് എങ്ങനെയാണ് ക്യൂ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നതിനെക്കുറിച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഞാനിവിടെ കൺസിഡർ ചെയ്തേക്കുന്നത് 6 എലമെൻറ്റുകൾ ഇൻസേർട്ട് ചെയ്യാൻ കഴിയുന്ന ക്യൂ എന്നൊരു ഡേറ്റാ സ്ട്രക്ചറാണ്. നമുക്ക് വേണമെങ്കിൽ അറേയുടെ സഹായത്തോടു കൂടി ഈ ക്യൂ ഡേറ്റാ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാൻ കഴിയുന്നതാണ്. ഇവിടെ നോക്കിയാൽ 6 എലമെൻറ്റുകളെ വരെ എനിക്ക് മാക്സിമം ഇൻസേർട്ട് ചെയ്യാം. ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടും ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ടും നമ്മളെ സഹായിക്കുന്ന 2 പോയിൻറ്റേഴ്സിനെയും കൂടെ നമുക്കിവിടെ കാണാം. ആ പോയിൻ്ററുകളുടെ പേരാണ് ഫ്രണ്ട് എന്ന പോയിൻ്ററും റയർ എന്ന പോയിൻ്ററും. ഫ്രണ്ട് പോയിൻ്ററിൻ്റെ പ്രത്യേകത, ഈ ഫ്രണ്ട് പോയിൻ്ററിലൂടെ ആയിരിക്കും ഡിലീഷൻ എന്ന ഓപ്പറേഷൻ പെർഫോംഡ് ആവുക. റയർ എന്ന് പറയുന്ന പോയിൻ്ററിലൂടെ ആയിരിക്കും ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോംഡ് ആവുക. സോ ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ അറിയപ്പെടുന്ന ക്യൂവിനകത്ത് അറിയപ്പെടുന്ന പേരാണ് എൻ ക്യൂ എന്ന ഓപ്പറേഷൻ. എൻ ക്യൂ ഇസ് ഫോർ എൻറ്ററിങ് ദ ക്യൂ. ആൻഡ് ഡിലീഷൻ എന്ന് പറയുന്ന ഓപ്പറേഷനെ ക്യൂവിനകത്ത് അറിയപ്പെടുന്നതാണ് ഡി ക്യൂ അല്ലെങ്കിൽ ഡിലീറ്റ് ഫ്രം ക്യൂ. സോ പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ നമ്മൾ പറഞ്ഞു ക്യൂ എന്ന് പറയുന്നത് ഒരു ലീനിയർ ഡാറ്റ സ്ട്രക്ചറാണ്. ഈ ലീനിയർ ഡാറ്റ സ്ട്രക്ചറിനകത്ത് 2 പോയിൻ്ററുകളെ നമുക്ക് കാണാം. 2 പോയിൻറ്റേഴ്സിൻ്റെ സഹായത്തോടു കൂടിയാണ് ഇൻസേർഷനെയും ഡിലീഷനെയും നമ്മൾ പെർഫോം ചെയ്യുക. ഇൻസേർഷനെ എൻ ക്യൂ എന്ന് വിളിക്കുന്നു. റയർ എന്ന് പറയുന്ന പോയിൻ്റർ എവിടെയാണോ ആ പോയിൻ്ററിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് നമ്മൾ എൻ ക്യൂ ഓപ്പറേഷനെ പെർഫോം ചെയ്യുക. ഡിലീഷനെ ഇവിടെ അറിയപ്പെടുന്ന പേര് ഡി ക്യൂ എന്നാണ്. ഫ്രണ്ട് എന്ന പോയിൻ്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഡിലീഷൻ അല്ലെങ്കിൽ ഡി ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ ഇവിടെ പെർഫോംഡ് ആക്കാം. സോ ഇങ്ങനെയുള്ളൊരു ക്യൂവിനകത്ത് നോക്കിയാൽ ബേസിക് ആയിട്ട് ക്യൂവിൽ കാണുന്ന ഓപ്പറേഷൻ എൻ ക്യൂ, അതായത് ഡേറ്റയെ ആഡ് ചെയ്യുക, ഡി ക്യൂ അതായത് റിമൂവ് ചെയ്യുക, പീക്ക് എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ കാണാം, അതായത് ഫ്രണ്ട് പോർഷനിലുള്ള അല്ലെങ്കിൽ ഫ്രണ്ട് പോയിൻ്റിലുള്ള എലമെൻ്റ് എന്താണോ ആ എലമെൻറ്റിനെ ഒന്ന് ഡിസ്പ്ലേ ചെയ്യുക. ആ എലമെൻറ്റിനെ ഡിസ്പ്ലേ ചെയ്യുമ്പോൾ ആ എലമെൻറ്റിനെ ഡിലീറ്റ് ചെയ്യുന്നില്ല. ദെൻ പിന്നീട് വരുന്ന 2 ഫംഗ്ഷൻസാണ് ഫുൾ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും എം ടി ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷനും. ഫുൾ ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ നമ്മുടെ ക്യൂ ഫുൾ ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുന്നു. എം ടി ഓഫ് എന്ന് പറയുന്ന ഫംഗ്ഷൻ ക്യൂവിനകത്ത് ഇനി എം ടി സ്പേസുകൾ ഉണ്ടോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്തുകൊണ്ട് നമുക്ക് വേണ്ടുന്ന ഇൻഫർമേഷനെ നൽകുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇങ്ങനെ ഒരു ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനകത്ത് എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ എങ്ങനെ പെർഫോം ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ആ വീഡിയോയുടെ ഇൻഫർമേഷൻ ഞാൻ സജഷൻ ബോക്സിൽ മെൻഷൻ ചെയ്തിട്ടുണ്ട്. സോ എൻ ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷൻ ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രണ്ടും റയറും ഇനിഷ്യലൈസ് ചെയ്തിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. ആദ്യമായിട്ടാണ് ക്യൂ റീഡ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ ചെയ്യേണ്ടത് ഫ്രണ്ട് എന്ന പോയിൻ്ററിനെയും റയർ എന്ന് പറയുന്ന പോയിൻ്ററിനെയും 0th പൊസിഷനിലേക്ക് നമ്മൾ പ്ലേസ് ചെയ്യുന്നു. ആ പ്ലേസിനകത്തേക്ക് ആ പൊസിഷനകത്തേക്ക് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡേറ്റയെ റീഡ് ചെയ്യുന്നു. ഇനി നമുക്ക് ഡേറ്റാസിനെ റീഡ് ചെയ്യണമെങ്കിൽ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. റയർ എന്ന് പറയുന്ന പോയിൻ്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്യുക. ആ പുതിയ പൊസിഷനകത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഡേറ്റാസിനെ റീഡ് ചെയ്യുക. സോ 0th പൊസിഷനിൽ ഞാൻ 4 എന്ന് പറയുന്നൊരു ഡേറ്റയെ റീഡ് ചെയ്തു. അടുത്ത ഫസ്റ്റ് പൊസിഷനിൽ 7 എന്ന് പറയുന്നൊരു ഡേറ്റയെ റീഡ് ചെയ്യുമ്പോൾ നോക്കുക, റയർ പോയിൻ്ററിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. ഇനി എനിക്ക് പുതിയതായിട്ട് 3 എന്നൊരു ഡേറ്റയെ ആഡ് ചെയ്യണമെങ്കിൽ റയറിനെ ഒന്ന് ഇൻക്രിമെൻറ്റ് ചെയ്ത് ആ പൊസിഷനിലേക്ക് എന്ത് ചെയ്യാം, എനിക്ക് 3 എന്ന് പറയുന്നൊരു ഡേറ്റയെ ആഡ് ചെയ്യുക. സോ ഇവിടെ നോക്കിയാൽ എൻ ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ നമ്മൾ ചെയ്യുന്നത് റയർ എന്ന് പറയുന്ന പോയിൻ്റിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം, ഓപ്പറേഷൻസിനെ അല്ലെങ്കിൽ അഡീഷനെ ഡേറ്റയെ ആഡ് ചെയ്യുന്ന പ്രോസസ്സിനെ നമുക്ക് നൽകാം. വിദ്യാർത്ഥികളെ, ഇതേപോലെ തന്നെയാണ് ഡി ക്യൂ ഓപ്പറേഷനും പെർഫോം ചെയ്യുക. ഡി ക്യൂ ഓപ്പറേഷൻ പെർഫോം ചെയ്യുമ്പോൾ ഒരു ചെറിയ വ്യത്യാസമേ ഉള്ളൂ. ആ വ്യത്യാസം എന്ന് പറയുന്നത് ഫ്രണ്ട് പോയിൻ്ററിനെ ഇൻക്രിമെൻറ്റ് ചെയ്തുകൊണ്ടാണ് അല്ലെങ്കിൽ ഫ്രണ്ട് പൊസിഷനിലൂടെയാണ് നമ്മൾ ഡി ക്യൂ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോംഡ് ആക്കുക. അതിനെ നമ്മൾ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഫ്രണ്ട് എന്ന് പറയുന്ന പോയിൻ്റിനെ ഒന്ന് ആഡ് ചെയ്യുന്നു, ഇൻക്രിമെൻറ്റ് ചെയ്ത്
അടുത്ത പൊസിഷനിലേക്ക് മാറ്റിക്കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുകയാണ്, ഇവിടെ DQ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നു. ഇപ്പോൾ വിദ്യാർത്ഥികളെ, ഇങ്ങനെയുള്ള ഈ ഓപ്പറേഷൻസിനെ എങ്ങനെ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി പെർഫോം ചെയ്യാം എന്നതാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ചർച്ച ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്, ഇഷ്ടപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. പ്രിയ വിദ്യാർത്ഥികളെ, നമുക്ക് NQ DQ എന്ന ഓപ്പറേഷൻ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, NQ എന്ന ഓപ്പറേഷനെ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന ലിങ്ക് ലിസ്റ്റ് ഓപ്പറേഷനിലൂടെയും DQ എന്ന ഓപ്പറേഷനെ ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ് എന്ന ലിങ്ക് ലിസ്റ്റ് ഓപ്പറേഷനിലൂടെയുമാണ് പെർഫോം ചെയ്യുക. സോ ഇവിടെ നമ്മൾ Q എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ കണ്ടപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി, എപ്പോഴും ഡേറ്റാസിനെ ആഡ് ചെയ്യുന്നത് റെയർ അല്ലെങ്കിൽ എൻഡ് പൊസിഷനിലും ഡേറ്റാസിനെ ഡിലീറ്റ് ചെയ്യുന്നത് ഫ്രണ്ട് പൊസിഷനിലുമാണ്. അതുകൊണ്ട് തന്നെയാണ് ലിങ്ക് ലിസ്റ്റിൻ്റെ ഈ രണ്ട് ഓപ്പറേഷൻ, അതായത് NQ ചെയ്യണമെങ്കിൽ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന ഫംഗ്ഷൻ കോളിലൂടെയും ഡിലീറ്റ് ചെയ്യണമെങ്കിൽ ഡിലീറ്റ് ഫ്രം ദ ബിഗിനിങ് അല്ലെങ്കിൽ ഡിലീറ്റ് ദ ഫസ്റ്റ് നോഡ് എന്ന ഓപ്പറേഷനിലൂടെയും നമ്മൾ DQ ഓപ്പറേഷനെ പെർഫോംഡ് ആക്കുന്നത്. പ്രിയ വിദ്യാർത്ഥികളെ, എങ്ങനെയാണ് ഈ രണ്ട് ഓപ്പറേഷൻസ് പെർഫോംഡ് ആകുന്നത് എന്ന് നമുക്കൊന്ന് ചർച്ച ചെയ്ത് നോക്കാം. സോ ഇവിടെ ഞാൻ സിംഗിൾ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടിയാണ് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള Q ഡാറ്റാ സ്ട്രക്ചറിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ ഇവിടെ നോഡ് ഡിക്ലറേഷൻ വരുന്ന സമയത്ത് ശ്രദ്ധിക്കുക, സ്ട്രക്ട് നോഡ്, ഇൻറ്റിജർ ഡേറ്റ, സ്ട്രക്ട് നോഡ് ഡേറ്റ എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഇവിടെ ഡിക്ലറേഷൻസ് ഒക്കെ നടത്തി. അതിനുശേഷം ഈ നോഡിൻ്റെ രണ്ട് പോയിന്റേഴ്സിനെ ഞാൻ ഡിക്ലെയർ ചെയ്തിട്ടുണ്ട്, ഫ്രണ്ട് എന്നും റെയർ എന്നും. സാധാരണ നമ്മൾ ലിങ്ക് ലിസ്റ്റിനകത്ത് സ്റ്റാർട്ട് അല്ലെങ്കിൽ ഫസ്റ്റ് എന്നൊക്കെ പറയുന്ന പോയിന്ററിനെ മാത്രമേ ഡിക്ലെയർ ചെയ്യാറുള്ളൂ. പക്ഷേ ഇവിടെ ആ പോയിന്ററിന് പുതിയൊരു പേര് ഞാൻ നൽകിയിരിക്കുകയാണ്. ഫ്രണ്ട് എന്നൊരു പോയിന്ററുമുണ്ട്, റെയർ എന്ന് പറയുന്നൊരു പോയിന്ററുമുണ്ട്. ഈ രണ്ട് പോയിന്റേഴ്സിനെയും ഞാൻ എങ്ങോട്ടേക്കും പോയിന്റ് ചെയ്തിട്ടില്ല, അതായത് തൽക്കാലം അത് നൾ വാല്യൂവിലേക്കാണ് പോയിന്റ് ചെയ്യുന്നത്. ഇങ്ങനെയുള്ള രണ്ട് പോയിന്റേഴ്സിൻ്റെ സഹായത്തോടു കൂടി നമുക്ക് എങ്ങനെ NQ ഓപ്പറേഷൻ പെർഫോം ചെയ്യാമെന്ന് നോക്കാം. നമ്മൾ ആദ്യമേ സൂചിപ്പിച്ചു, ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷനിലൂടെയാണ് നമ്മൾ ഇവിടെ NQ എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നതെന്ന് പറഞ്ഞു. സാധാരണഗതിയിൽ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുന്ന കോഡാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. ഇവിടെ നമ്മൾ ട്രാവേഴ്സൽ എന്ന് പറയുന്നൊരു ഓപ്പറേഷൻ്റെ സഹായത്തോടു കൂടിയാണ് ആദ്യത്തെ നോഡിൽ നിന്ന് ട്രാവൽ ചെയ്ത് അവസാനത്തെ നോഡിലേക്ക് പോയി ആ ലാസ്റ്റ് നോഡിൽ എത്തിയതിന് ശേഷം പുതിയ നോഡിനെ ലാസ്റ്റ് നോഡുമായിട്ട് കണക്ട് ചെയ്ത് അങ്ങനെയാണ് നമ്മൾ ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന് പറയുന്ന ഓപ്പറേഷനെ പെർഫോം ചെയ്യുന്നത്. അതിന് സഹായിക്കുന്ന പ്രോഗ്രാം കോഡാണ് ഇവിടെ താഴെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഈ പ്രോഗ്രാം കോഡിനകത്ത് ചെറിയൊരു ചേഞ്ച് ഞാൻ വരുത്തുകയാണ്. ആ ചേഞ്ച് ഇതാണ്, പുതിയതായിട്ട് ഞാൻ ഇംപ്ലിമെൻറ്റ് ചെയ്ത റെയർ എന്ന് പറയുന്ന പോയിന്ററിനെ ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ലിങ്ക് ലിസ്റ്റിൻ്റെ അവസാനത്തെ നോഡിൽ സ്ഥിരമായി ഞാൻ പോയിന്റ് ചെയ്യുകയാണ്. അങ്ങനെ പോയിന്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫസ്റ്റ് നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന ഫ്രണ്ട് എന്ന് പറയുന്നൊരു പോയിന്ററിനെ എനിക്ക് കാണാം. അവസാനത്തെ നോഡിലേക്ക് പോയിന്റ് ചെയ്യുന്ന റെയർ എന്ന് പറയുന്ന ഒരു അഡീഷണൽ പോയിന്ററിനെ ഞാനിവിടെ പ്ലേസ് ചെയ്തിരിക്കുന്നു. അങ്ങനെ പ്ലേസ് ചെയ്തതുകൊണ്ട് തന്നെ ഓരോ തവണയും എനിക്ക് ഡേറ്റയെ ആഡ് ചെയ്യണമെങ്കിൽ ട്രാവേഴ്സൽ എന്ന് പറയുന്ന ഓപ്പറേഷനെ എനിക്ക് തൽക്കാലം പെർഫോം ചെയ്യേണ്ടതായിട്ടില്ല. സോ ഇവിടെ ഒരു ചെറിയ പ്രോഗ്രാം കോഡിനകത്ത് വ്യത്യാസമാണ് വരുത്തിയിരിക്കുന്നത്. എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. സോ ഇവിടെ നോക്കുക, എനിക്ക് NQ എന്ന് പറയുന്ന ഒരു ഓപ്പറേഷനാണ് പെർഫോം ചെയ്യേണ്ടത്. ഞാനിവിടെ ഇൻറ്റിജർ അല്ല, മറിച്ച് ഒരു ക്യാരക്ടർ ഡേറ്റയാണ് റീഡ് ചെയ്യേണ്ടത്. സോ A എന്ന് പറയുന്നൊരു ഡേറ്റയെ എനിക്ക് Qനകത്തേക്ക് ആഡ് ചെയ്യണം. സോ ഇവിടെ ഞാൻ ആദ്യമായിട്ട് ഈ ഒരു ഫംഗ്ഷനെ കോൾ ചെയ്യുമ്പോൾ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റുകൾ നോക്കുക. ന്യൂ നോഡ് എന്ന് പറയുന്ന ഒരു നോഡിനെ ക്രിയേറ്റ് ചെയ്തു, ആ നോഡിൻ്റെ മെമ്മറിയൊക്കെ അലോക്കേറ്റ് ചെയ്തു. അലോക്കേറ്റ് ചെയ്തതിന് ശേഷം ന്യൂ നോഡിൻ്റെ ഡേറ്റാ പൊസിഷനകത്തേക്ക് എനിക്ക് എൻ്റർ ചെയ്യാനുള്ള വാല്യൂ ആയിട്ടുള്ള A എന്ന് പറയുന്ന വാല്യൂവിനെ റീഡ് ചെയ്തു. ന്യൂ നോഡിൻ്റെ ലിങ്ക്, അതായത് ഞാനിപ്പോൾ റീഡ് ചെയ്തേക്കുന്ന 1246 എന്ന് പറയുന്ന ന്യൂ നോഡിൻ്റെ ലിങ്കിനകത്തേക്ക് നൾ വാല്യൂവിനെ ഇനിഷ്യലൈസ് ചെയ്തു. ഇതിന് ശേഷം നമ്മൾ കാണുന്നത് ഒരു ഇഫ് കണ്ടീഷണൽ ചെക്കാണ്. അവിടെ ചെക്ക് ചെയ്യുന്നത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു നൾ ആണോ എന്ന് നോക്കി. ആദ്യമായിട്ട് നമ്മൾ പ്രോഗ്രാമിനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ ഫ്രണ്ടിൻ്റെയും റെയറിൻ്റെയും വാല്യൂ നള്ളാണ്. അതുകൊണ്ട് തന്നെ ഇഫ് കണ്ടീഷൻ സാറ്റിസ്ഫൈ ആയതുകൊണ്ട് ഇഫിനകത്തുള്ള രണ്ട് സ്റ്റേറ്റ്മെൻറ്റുകളെയാണ് എക്സിക്യൂട്ട് ചെയ്യുക. അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ഫ്രണ്ട് ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാക്കുന്നു, റെയർ ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാക്കുന്നു. അതായത് ഫ്രണ്ടിനെയും റെയറിനെയും നമ്മൾ എങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുകയാണ്, ന്യൂ നോഡ് എന്ന് പറയുന്ന 1246 എന്ന് പറഞ്ഞ പുതിയ നോഡിനകത്തേക്ക് പോയിന്റ് ചെയ്യുന്നു. പ്രിയ വിദ്യാർത്ഥികളെ, ഇവിടെ ഏറ്റവും മുകളിലായിട്ട് കാണുന്നത് ലിങ്ക് ലിസ്റ്റിൻ്റെ ഇംപ്ലിമെൻറ്റേഷനും താഴെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുള്ള അറേക്കകത്ത് എങ്ങനെയാണ് ഈ ക്യൂവിനെ ഇംപ്ലിമെൻറ്റ് ചെയ്യുന്നത് എന്നുമാണ് കാണുന്നത്. സോ ഇവിടെ നോക്കുക, ആദ്യമായിട്ട് A എന്ന് പറയുന്നൊരു ഡേറ്റയെ ഞാനിവിടെ ഇംപ്ലിമെൻറ്റ് ചെയ്തു, അല്ലെങ്കിൽ ക്യൂവിനകത്തേക്ക് ആഡ് ചെയ്തു. രണ്ടാമത്തെ തവണ എക്സിക്യൂട്ട് ചെയ്യുന്നു, എഗെയിൻ പുതിയൊരു നോഡിനെ ഡിക്ലെയർ ചെയ്തു. 3246 എന്നാണ് പുതിയ നോഡിൻ്റെ പേര്. ഡേറ്റ വാല്യൂ B ആണ്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിൻ്റെ ലിങ്ക് വാല്യൂ നള്ളാണ്. ഇനി ഇവിടെ ചെക്ക് ചെയ്യുക, ഈ ഫ്രണ്ട് ഇസ് ഈക്വൽ ടു നള്ളാണോ എന്ന് നോക്കി. ഫ്രണ്ടിൻ്റെ വാല്യൂ നള്ളല്ല, മറിച്ച് 1246 ആണ്.
അതുകൊണ്ട് ഇഫ് കണ്ടീഷൻ തെറ്റായിപ്പോയി. ഇഫ് തെറ്റായതുകൊണ്ട് തന്നെ എൽസ് എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റിലേക്കായിരിക്കും അത് പോവുക. എൽസ് കണ്ടീഷനിൽ നമ്മൾ ആദ്യം കാണുന്ന സ്റ്റേറ്റ്മെൻറ്റ് എന്താണെന്ന് നോക്കുക. റെയറിൻ്റെ ലിങ്ക് ന്യൂ നോഡാക്കുക. റെയറിൻ്റെ ലിങ്ക് എന്ന് പറയുന്നത് റെയർ ഇപ്പോൾ ഇരിക്കുന്ന 1246 എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്കാണ്. ആ നോഡിൻ്റെ ലിങ്ക് നിലവിൽ നള്ളാണ്. ആ നൾ വാല്യൂ മാറ്റിക്കൊണ്ട് പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ആയിട്ടുള്ള 3246നെ ആഡ് ചെയ്യാൻ പറയുന്നു. സോ റെയറിൻ്റെ 1246 എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്ക് പോർഷൻ 3246 എന്നായി മാറി. അതായത് ഈ പർട്ടിക്കുലർ ആയിട്ടുള്ള ഫസ്റ്റ് നോഡും 1246 എന്ന് പറയുന്ന നോഡിൽ നിന്ന് പുതിയ നോഡിലേക്ക് ഒരു കണക്ഷനെ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നു. ഇങ്ങനെ എസ്റ്റാബ്ലിഷ് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് എന്താണെന്ന് നോക്കുക. റെയർ ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാക്കുക. അതായത് റെയറിനെ പുതിയ നോഡിലേക്ക് പോയിന്റ് ചെയ്യുക. സോ ഇപ്പോൾ നോക്കുക, ആദ്യത്തെ നോഡിനകത്തേക്ക് ഫ്രണ്ട് എന്ന് പറയുന്നൊരു പോയിന്റർ പോയിന്റ് ചെയ്തിട്ടുണ്ട്. അവസാനത്തെ നോഡിനകത്തേക്ക് റെയർ എന്ന് പറയുന്നൊരു പോയിന്ററും പോയിന്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികളെ ഇനി പുതിയൊരു നോഡിനെ ആഡ് ചെയ്യുന്നുവെങ്കിൽ നോക്കുക. പുതിയൊരു നോഡിനെ ക്രിയേറ്റ് ചെയ്യുന്നു. ന്യൂ നോഡ് എന്നാണ് ആ നോഡിൻ്റെ പേര്. അതിന് മെമ്മറി അലോക്കേറ്റ് ചെയ്തപ്പോൾ 5687 എന്നാണ് ആ മെമ്മറിയുടെ വാല്യൂ. ആ പുതിയ നോഡിനകത്തേക്ക് ഒരു ഡേറ്റ ആയിട്ടുള്ള സി റീഡ് ചെയ്തിട്ടുണ്ട്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിൻ്റെ ലിങ്ക് വാല്യൂ നള്ളാക്കിയിട്ടുണ്ട്. ഇഫ് കണ്ടീഷൻ ചെക്ക് ചെയ്യുമ്പോൾ അവിടെ തെറ്റായിപ്പോയി. കാരണം ഇഫ് എന്ന് പറയുന്നത് ഫ്രണ്ട് നള്ളാണോ എന്നാണ് ചെക്ക് ചെയ്യുന്നത്. ഫ്രണ്ടിൻ്റെ വാല്യൂ നള്ളല്ല, മറിച്ച് 1246 ആണ്. അതുകൊണ്ട് തന്നെ ഇഫ് എന്ന് പറയുന്ന കണ്ടീഷണൽ സ്റ്റേറ്റ്മെൻറ്റ് എക്സിക്യൂട്ട് ചെയ്യാതെ എൽസിനകത്തേക്ക് പോയി. എൽസിൽ പോകുമ്പോൾ നമ്മൾ കാണുന്നത് റെയറിൻ്റെ ലിങ്ക്, റെയർ ഇപ്പോൾ ഇരിക്കുന്ന സെക്കൻഡ് നോഡിനകത്താണ്. ആ പർട്ടിക്കുലർ ആയിട്ടുള്ള നോഡിൻ്റെ ലിങ്ക് ഇപ്പോൾ നൾ വാല്യൂ ആണ്. ആ നൾ വാല്യൂവിനെ മാറ്റിക്കൊണ്ട് പുതിയ നോഡിൻ്റെ അഡ്രസ്സ് ആയിട്ടുള്ള 5687നെ പ്ലേസ് ചെയ്യാൻ പറയുന്നു. അതായത് 3246 എന്ന് പറയുന്ന നോഡിൻ്റെ ലിങ്ക് വാല്യൂ എന്ന് പറയുന്നത് 5687 ആണ്. സോ ഇങ്ങനൊരു വാല്യൂ ഇവിടെ എസ്റ്റാബ്ലിഷ് ചെയ്യുമ്പോൾ ഇവിടെ സെക്കൻഡ് നോഡും തേർഡ് നോഡും തമ്മിൽ കണക്ട് ചെയ്യുന്നു. കണക്ട് ചെയ്തുകൊണ്ട് അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ പറയുന്നത് റെയർ ഇസ് ഈക്വൽ ടു ന്യൂ നോഡ് എന്നാക്കുക. സോ റെയറിനെ ഏറ്റവും പുതിയ നോഡ്, അതായത് അവസാനത്തെ നോഡിലേക്ക് നമ്മൾ എന്ത് ചെയ്തു, ഇൻക്രിമെൻറ്റ് ചെയ്യുന്നു. അപ്പോൾ വിദ്യാർത്ഥികളെ ഇങ്ങനെയാണ് ക്യൂവിനകത്തെ NQ എന്ന് പറയുന്ന ഓപ്പറേഷനെ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പെർഫോം ചെയ്യുക. ഇവിടെ നോക്കുക, NQ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളിവിടെ കൺസിഡർ ചെയ്തത് ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നതാണ്. വിദ്യാർത്ഥികളെ ഈ ഒരു ഓപ്പറേഷൻ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അടുത്തതായി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ഡിലീഷൻ എന്ന് പറയുന്ന അല്ലെങ്കിൽ DQ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യുക എന്നതാണ്. DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ നമ്മളിവിടെ ചെയ്യേണ്ടത് ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ് അല്ലെങ്കിൽ ഫസ്റ്റ് നോഡിനെ ഡിലീറ്റ് ചെയ്യുക എന്ന ഒരു കൺസെപ്റ്റാണ് ഇവിടെ ചെയ്യേണ്ടത്. സോ ഇവിടെ നോക്കുക, എനിക്ക് DQ ഓപ്പറേഷൻ പെർഫോം ചെയ്യണമെങ്കിൽ പ്രോഗ്രാം കോഡിനകത്ത് ആദ്യം ചെയ്യേണ്ടത് ടെമ്പ് എന്ന് പറയുന്ന പുതിയൊരു പോയിന്ററിനെ ഡിക്ലെയർ ചെയ്തു. ആ ടെമ്പിനെ ഫ്രണ്ട് പോയിന്റർ എവിടെയാണോ ആ പോയിന്റർ ഇരിക്കുന്ന ലൊക്കേഷനകത്തേക്ക് പോയിന്റ് ചെയ്തു. അതായത് 1246 എന്ന ഫസ്റ്റ് നോഡിലേക്ക് ടെമ്പിനെ പ്ലേസ് ചെയ്തു. അടുത്ത ലൈനിൽ കാണുന്നത് ഫ്രണ്ടിൻ്റെ നെക്സ്റ്റ്, അതായത് നെക്സ്റ്റ് നോഡിനകത്തേക്ക് പോയിന്റ് ചെയ്യാനായിട്ടാണ്. അതായത് ഫ്രണ്ട് ഇപ്പോൾ ഇരിക്കുന്ന 1246 എന്ന് പറയുന്ന ലൊക്കേഷനിൽ നിന്നും മാറി 3246 എന്ന് പറയുന്ന ലൊക്കേഷനകത്തേക്ക് ഫ്രണ്ട് മാറുന്നു. ഇപ്പോൾ നോക്കിയാൽ ആദ്യത്തെ നോഡ് ഇരിക്കുന്ന ലൊക്കേഷൻ ടെമ്പ് എന്ന് പറയുന്ന പോയിന്ററിൻ്റെ സഹായത്തോടു കൂടി നമ്മൾ പോയിന്റ് ചെയ്തിരിക്കുന്നു. രണ്ടാമത്തെ നോഡിനകത്തേക്ക് ഫ്രണ്ടിനെ നമ്മൾ റീപ്ലേസ് ചെയ്തു. അടുത്ത പ്രോഗ്രാം കോഡ് ഇതാണ്, ഫ്രീ ഓഫ് ടെമ്പ് എന്ന് പറയുന്ന ഈ ഒരു കോഡിനെ വിളിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇതാണ്. ആദ്യത്തെ ടെമ്പ് എന്ന് പറയുന്ന പോയിന്റർ ഇരിക്കുന്ന നോഡിനെ നമ്മൾ എന്ത് ചെയ്തു, മെമ്മറിയിൽ നിന്ന് ഫ്രീ ഓഫ് ചെയ്തു, ഡിലീറ്റ് ചെയ്തു. സിമിലർ വേ ഒരു തവണയും കൂടെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നോക്കുക, ടെമ്പ് എന്ന് പറയുന്ന പോയിന്ററിനെ ഡിക്ലെയർ ചെയ്യുന്നു. ആ ടെമ്പ് ഫ്രണ്ട് എന്ന് പറയുന്ന പോയിന്റർ എവിടെ ഇരിക്കുന്നു അങ്ങോട്ടേക്ക് പോയിന്റ് ചെയ്യുന്നു. അതിനുശേഷം ചെയ്യുന്ന എന്താണെന്ന് നോക്കുക, ഫ്രണ്ടിനെ അടുത്ത നോഡിലേക്ക് നമ്മൾ റീപ്ലേസ് ചെയ്യുന്നു. സോ ഫ്രണ്ടിനെ നമ്മൾ നെക്സ്റ്റ് നോഡിലേക്ക് റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റേറ്റ്മെൻറ്റിൽ എന്ത് ചെയ്യുക, ടെമ്പ് എന്ന് പറയുന്ന പോയിന്റർ ഇരിക്കുന്ന നോഡിനെ മെമ്മറിയിൽ നിന്ന് ഡിലീറ്റ് ചെയ്ത് കളയുക. അപ്പോൾ വിദ്യാർത്ഥികളെ, ഡിലീഷൻ അറ്റ് ദ ബിഗിനിങ് എന്ന ഓപ്പറേഷൻ ലിങ്ക് ലിസ്റ്റിൽ പെർഫോം ചെയ്ത് കഴിഞ്ഞാൽ ക്യൂവിൻ്റെ DQ എന്ന് പറയുന്ന ഓപ്പറേഷനെ നമുക്ക് പെർഫോം ചെയ്യാനായിട്ട് കഴിയും. അപ്പോൾ വിദ്യാർത്ഥികളെ, ഈ രണ്ട് ഓപ്പറേഷനും, അതായത് ക്യൂ എന്ന് പറയുന്ന ഡേറ്റാ സ്ട്രക്ചറിനെ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടു കൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യണമെങ്കിൽ ഇൻസേർഷൻ എന്ന് പറയുന്ന ഓപ്പറേഷൻ പെർഫോം ചെയ്യാനായിട്ട് ഇൻസേർഷൻ അറ്റ് ദ എൻഡ് എന്ന ലിങ്ക് ലിസ്റ്റ് ഓപ്പറേഷനിലൂടെയും ഡിലീഷൻ അല്ലെങ്കിൽ DQ ഓപ്പറേഷൻ ചെയ്യാനായിട്ട് ഡിലീഷൻ ഫ്രം ദ ബിഗിനിങ് എന്ന ലിങ്ക് ലിസ്റ്റ് ഓപ്പറേഷനിലൂടെയും നമുക്ക് ഈ രണ്ട് കൺസെപ്റ്റുകളെയും ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം. സോ എങ്ങനെ ഒരു ക്യൂവിനെ ലിങ്ക് ലിസ്റ്റിൻ്റെ സഹായത്തോടുകൂടി ഇംപ്ലിമെൻറ്റ് ചെയ്യാം എന്ന ഈ ഒരു ലെക്ചർ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. മനസ്സിലായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഏവർക്കും നന്ദി, നമസ്കാരം.